നിങ്ങൾക്കറിയായിരിക്കും വഖഫുമായിട്ടുള്ള മുനമ്പം ഇഷ്യൂ അത് പൂർണ്ണമായിട്ടും പാർലമെന്റിൽ പാസ്സാക്കിയിട്ട് വഖഫിൻ്റെ ലാൻഡല്ല, അത് മുനമ്പം അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളായ ജനങ്ങൾ തന്നെ എത്രയോ വർഷം കൊണ്ട് താമസിക്കുന്നു. അതിൻ്റെ ക്ലാരിറ്റിയും ക്ലിയറൻസും കിട്ടി. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇത് തുടക്കം മുതലേ ഒരു ഇഷ്യൂ ആക്കി ജനങ്ങളുടെ മുമ്പിൽ അത് BJP കൊണ്ട് ടേക്ക് ഓവർ ചെയ്യിപ്പിച്ച് അതിനകത്ത് സ്റ്റാറായ ഒരാളുണ്ട്, ഷോൺ ജോർജ്, PC ജോർജിൻ്റെ മകൻ. PC ജോർജിനെ പോലെ വാവോയ കോടാലി എന്നിട്ട് വളരെ കാര്യപ്രസക്തമായ രീതിയിൽ, അതായത് പുതിയ ജനറേഷനുമായിട്ട് സിങ്ക് ചെയ്യുന്നു പോകുന്ന ഒരു ലീഡറാണ്. പ്രധാന സംഭവം എന്ന് പറയുന്നത് ഈ ഷോൺ ജോർജിൻ്റെ വരവോടുകൂടി കേരളത്തിലെ കേരള കോൺഗ്രസ്സുകാർ ആ ലീഡേഴ്സ് മുഴുവനും ഒന്നും അല്ലാതായി മാറി. ഷോൺ ജോർജ് ആയിരിക്കും ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആണെങ്കിലും BJPയുടെ ഒരു അൺഡിസ്പ്യൂട്ടബിൾ ലീഡറായി മാറി ഈ മുനമ്പം ഇഷ്യൂ. അപ്പോൾ ചർച്ചുകളുമായിട്ടുള്ള ബന്ധവും അതേപോലെ തന്നെ ഈ KCBC ആണെങ്കിലും CBCA ആണെങ്കിലും കാത്തലിക് ചർച്ചുമായിട്ടുള്ള അടുപ്പം BJPയിലോട്ട് കൊണ്ടുവന്ന് ഷോൺ ജോർജ് അതിൻ്റെ അകത്ത് ചാമ്പ്യനായി. ഇതിനകത്ത് പൂർണ്ണമായിട്ടും കട്ട് ഓഫ് ചെയ്തു പോകുന്നത്, അതായത് മുസ്ലിം ലീഗ് ആണെങ്കിൽ ഇസ്ലാമിക ടെറർ ഗ്രൂപ്പ് ആണെങ്കിലും പ്രത്യേകിച്ച് അദ്ദേഹം വരുന്ന ഈരാറ്റുപേട്ട മിനി താലിബാൻ, അതിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സപ്രസ് ചെയ്ത് കളഞ്ഞു. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രസകരമായ പൊളിറ്റിക്കൽ പോളറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ ക്രൈസ്തവർക്ക് ഒരു പുതിയ ജനറേഷൻ ലീഡർ KM മാണി, PJ ജോസഫ്, അതായത് അവരുടെ മക്കളായ ജോസ് കെ മാണി, ഈ സംഭവം ഫ്രാൻസിസ് ജോർജ്, ഇവരൊക്കെ കംപ്ലീറ്റ് സൈഡ് ലൈൻ ആയിപ്പോയി. അതൊരു പുതിയ ലീഡർഷിപ്പിന്റെ സംഭവം. അതുപോലെ റൈറ്റ് വിങ് പൊളിറ്റിക്സ്, BJP പൊളിറ്റിക്സിനകത്ത് ഒരു കാത്തലിക് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ലീഡർ, അയാളുടെ ഒരു ജനനവും ഉദയവും കൂടാണ് ഈ മുനമ്പം വഖഫിനകത്ത് ഉണ്ടായേക്കുന്നത്. ഞാൻ ഈരാറ്റുപേട്ടയെ പറ്റിയും മിനി താലിബാനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേരള കോൺഗ്രസിന്റെ പല സീനിയറായിട്ട് KM മാണിയുമായിട്ടും, അതായത് മാണി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജോസ് കെ മാണിയായിട്ടും ഈ സെബാസ്റ്റ്യൻ കുളത്തിൻ്റെ MLA, അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും, പേഴ്സണൽ മെസ്സേജ്. അപ്പം അതിനകത്തൊക്കെ പറയുന്ന സംഭവമുണ്ട്. ഈ മിനി താലിബാൻ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ്. കാരണം കൃത്യമായ സംഭവമാണ്. ഇവരെല്ലാം കേരള കോൺഗ്രസും ഈ കോൺഗ്രസ് അനുഭാവികളൊക്കെയാണ്. അപ്പം അവരുടെയൊക്കെ ഈ PC ജോർജിനൊരു വെറുപ്പുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും ഷോൺ ജോർജ് ടേക്ക് ഓവർ ചെയ്തു. ഇപ്പോൾ ഷോൺ ജോർജ് അവിടെ മത്സരിക്കുകയാണെങ്കിൽ 2026 ഇലക്ഷൻ മത്സരിക്കുകയാണെങ്കിൽ ഈ BJPയുടെ കാൻഡിഡേറ്റ് അയാൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കും, ചിലപ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷം. സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും 3ാം സ്ഥാനത്ത് പോകും. കാരണം ആ ഈരാറ്റുപേട്ട അവിടുത്തെ ഇഷ്യൂമായിട്ട് അയാളെ പൂർണ്ണമായിട്ടും അവിടെയുള്ള ക്രിസ്ത്യൻ ഹിന്ദു വോട്ടേഴ്സ് അയാളെ തള്ളിക്കളഞ്ഞേക്കുക. അതാണ് പറയുന്നത്, കേരള കോൺഗ്രസിൻ്റെ ഒരു അടി തീരുവാണ് ഇതോടുകൂടി. അതിലെനിക്ക് തോന്നുന്നത് റീപ്ലേസ് ചെയ്ത് ചിലപ്പം കാസ കയറി വരും. മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്, കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയക്കാരൻ പിറന്നു, അതായത് BJPയുടെ റൈറ്റ് വിങ്ങിൻ്റെ ക്രിസ്ത്യൻ ഫേസ് ആയിട്ട്. അപ്പം അത് കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ ഒരു വലിയ ലീഡർഷിപ്പിലോട്ടെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകുക. ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഷോൺ ജോർജ് ആയിരിക്കും നേതൃത്വക്കാർ, ചെറുപ്പക്കാർ പുതിയ ജനറേഷനുമായിട്ട് സിങ്ക് ചെയ്യും. അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയാം. ചില കാര്യങ്ങളൊക്കെ, ചില ആക്യുറേറ്റ് ഡേറ്റയും അതിലൊക്കെ PC ജോർജിനേക്കാളും വളരെ മുമ്പിലാണ്. അതായത് പുതിയ രീതിയിലുള്ള നേതാവ് അതുമായിട്ട് സിങ്ക് ചെയ്തു പോകുന്ന ക്രൈസ്തവരും അവരുടെ എല്ലാ വികാരങ്ങളും മനസ്സിലാക്കി BJPക്കകത്ത് ഒരു ലീഡർ കയറി വരികയാണ്. അപ്പം ഞാൻ ഈ മുനമ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകുമ്പോൾ അവിടെയുള്ള പല ലീഡേഴ്സ് ലാറ്റിൻ കാത്തലിക്സിൻ്റെ അവരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്, ഉറച്ച് സപ്പോർട്ട് ചെയ്ത് എല്ലാ രീതിയിലും ഷോൺ ജോർജാണ്. ഷോൺ ജോർജ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ മൂവ്മെന്റ് എവിടെ എത്തത്തില്ലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ആ അജിറ്റേഷൻ ആണെങ്കിലും പ്രൊട്ടസ്റ്റ് ആണെങ്കിലും ആ സമരവും ഏറ്റെടുത്തതിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഷോൺ ജോർജിനാണ്. അപ്പോൾ ഷോൺ ജോർജിനോട് അടിയുറച്ച് നിൽക്കാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റി അങ്ങ് തയ്യാറായി. ഞാൻ ഈ പറയുന്ന ഈ മുനമ്പം വൈപ്പിൻ ഭാഗത്ത് അത് ഉറപ്പായിട്ടും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും
അടിവരയിട്ട് പറയുന്ന സംഭവം ഇസ്ലാമിക പ്രീണന രാഷ്ട്രീയം അതിൻ്റെ നേരോട് നേര് പൊരുതുന്നയാളാണ് ഷോൺ ജോർജ്. അതുകൊണ്ട് ഷോൺ ജോർജിന് വലിയ രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ പോവുകയാണ്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമാണ് ഷോൺ ജോർജ് കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് ആയിട്ട് തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് അത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.